ടു RJS ലേണിംഗ് ടിപ്സ്. ഞാൻ ജലീല നിയാസ്. കേരള സിലബസ് 5ാം സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സുമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു തിങ്ക് ലെഞ്ചോ ന്യൂ ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ? എങ്ങനെയാണ് മഴ വരാൻ പോകുന്നതെന്ന് ലെഞ്ചോ ചിന്തിച്ചത്, അല്ലെങ്കിൽ ലെഞ്ചോ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നാണ്. ആൻസർ, ലെഞ്ചോ സാ ഹ്യൂജ് മൗണ്ടെയിൻസ് ഓഫ് ക്ലൗഡ്സ് അപ്രോച്ചിങ് ദെയർ. എന്താ, ആ മേഘത്തിൻ്റെ വലിയ കുന്നുകൾ അവിടേക്ക് വരുന്നതായിട്ട് ലെഞ്ചോയ്ക്ക് തോന്നി. അതായത് എങ്ങനെ, ഈ മഴയ്ക്ക് മുമ്പ് മേഘങ്ങളെല്ലാം ഇങ്ങനെ കാർമേഘമായിട്ട് വരില്ലേ, ആ രീതിയിൽ വന്നപ്പോഴാണ് ലെഞ്ചോയ്ക്ക് മഴ ഉടനെ പെയ്യുമെന്ന് മനസ്സിലായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ത്രൂ ഔട്ട് ദ മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ്. വാസ് ഹി ലേസി? വാട്ട് ഡു യു തിങ്ക്? രാവിലെ മുതൽ ലെഞ്ചോ വെറുതെ ഇരിക്കുകയായിരുന്നു. വാസ് ഹി ലേസി? ലെഞ്ചോ ഒരു മടിയനായിരുന്നു. വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആൻസർ, ലെഞ്ചോ വാസ് നോട്ട് ലേസി. ലെഞ്ചോ ഒരു മടിയനൊന്നും അല്ലായിരുന്നു. ത്രൂ ഔട്ട് ദ ഡേ ഹി വാസ് വെയിറ്റിംഗ് ഫോർ റെയിൻ. രാവിലെ മുതൽ ആ ലെഞ്ചോ മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. സോ ഹി ഡിഡ് നോട്ട് ഡു എനിത്തിങ്. അതുകൊണ്ടാണ് ലെഞ്ചോ ഒന്നും ചെയ്യാതിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു വാച്ച് ദ സ്കൈ വെൻ ഇറ്റ് റെയിൻസ്? ഹൗ ഡസ് ഇറ്റ് ലുക്ക്? നിങ്ങളൊക്കെ മഴ പെയ്യുമ്പോൾ ആകാശമൊക്കെ നോക്കാറുണ്ടോ? അതെങ്ങനെ ഇരിക്കും? ആകാശത്തിൻ്റെ ആ സമയത്തെ പ്രത്യേകത എങ്ങനെയായിരിക്കും? ആൻസർ, യെസ്, ദ സ്കൈ ഈസ് വെരി ഡാർക്ക് വെൻ ഇറ്റ് ഈസ് റെയിനിങ്. അതായത് മഴയൊക്കെ പെയ്യുമ്പോൾ ആകാശം എങ്ങനെ ഇരിക്കും? ആകാശം നല്ലതുപോലെ കറുത്തിരുണ്ടിരിക്കും എന്നതാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ്. വാട്ട് ഡസ് ലെഞ്ചോ മീൻ ബൈ ദിസ്? അപ്പോൾ വലിയ തുള്ളികൾ 10ൻ്റെ കോയിനായിട്ടും ചെറിയ തുള്ളികൾ 5ൻ്റേതായിട്ടും ഒക്കെ കണക്ക് കൂട്ടി. വാട്ട് ഡസ് ലെഞ്ചോ മീൻ ബൈ ദിസ്? അത് എന്താണ് ലെഞ്ചോ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? ആൻസർ എന്താണ്? മേ ബി ദ ഗ്ലിറ്ററിങ് ഓഫ് ദ ഡ്രോപ്സ്. ഒരു പക്ഷേ അത് ആ മഴത്തുള്ളികളുടെ തിളക്കത്തെ ആയിരിക്കാം ലെഞ്ചോ അങ്ങനെ പറഞ്ഞത്. അതായത് നമ്മൾ ആ പാഠം പറഞ്ഞപ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മഴത്തുള്ളികൾ, വലിയ മഴത്തുള്ളികളെ 10ൻ്റെ കോയിനായിട്ടും ചെറിയ മഴത്തുള്ളികളെ 5ൻ്റെ കോയിനുമായിട്ടാണ് ലെഞ്ചോ ഉപമിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലെഞ്ചോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് ബട്ട് ദ ഹാപ്പിനെസ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. വാട്ട് വാസ് ദ റീസൺ? അപ്പോൾ എന്താണ്? ലെഞ്ചോ വാസ് ഹാപ്പി വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ലെഞ്ചോ വളരെയധികം സന്തോഷവാനായിരുന്നു. ബട്ട് ദ ഹാപ്പിനെസ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. പക്ഷേ ആ സന്തോഷം അധികം നേരം ഒന്നും നീണ്ടു നിന്നില്ല. വാട്ട് വാസ് ദ റീസൺ? അതിൻ്റെ കാരണം എന്തായിരുന്നു? ആൻസർ, ദ റെയിൻ സഡൻലി ബ്രോട്ട് എ സ്ട്രോങ് വിൻഡ് ആൻഡ് ഹെയിൽ സ്റ്റോൺ ടു. അപ്പോൾ എന്താ, ആ മഴ വളരെ പെട്ടെന്ന് തന്നെ മഴ താഴേക്ക് വീണു, വലിയൊരു കാറ്റോടുകൂടിയും. എന്നിട്ട് അവിടെ ഹെയിൽ സ്റ്റോണിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഒരു ആലിപ്പഴമായിട്ട് അത് താഴെ വീണു. സോ ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. അങ്ങനെ ലെഞ്ചോയുടെ കൃഷി മൊത്തം നശിച്ചുപോയി. അതായത് ചോളത്തിൻ്റെ കൃഷിയല്ലായിരുന്നു ലെഞ്ചോയ്ക്ക്, അത് മൊത്തം നശിച്ചുപോയി. ആറാമത്തെ ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് വിച്ച് ടെൽ യു ദാറ്റ് ലെഞ്ചോ വാസ് സാഡ്. ലെഞ്ചോ വിഷമിച്ചിരിക്കുന്നല്ലേ? ആ വിഷമിച്ചിരിക്കുന്നതായിട്ട് നമ്മുടെ പുസ്തകത്തിലുള്ള ഏതൊക്കെ സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായത്? ആൻസർ, ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ് ദാറ്റ് നൈറ്റ് വാസ് സോറോഫുൾ വൺ. നമ്മൾ ടെക്സ്റ്റിലുള്ളത് അതുപോലെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നെസ്. ലെഞ്ചോയുടെ മനസ്സ് നിറയെ വിഷമങ്ങളായിരുന്നു. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രി മുഴുവൻ അവന് വളരെ ദുഃഖിതനായിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ചസ് ഡിഡ് ദ ഹെയിൽ സ്റ്റോം ബ്രിങ് ടു ദ വാലി? ആ വാലിയിലേക്ക് ഹെയിൽ സ്റ്റോം വീണപ്പോഴുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്കത് എങ്ങനെയാണ് തോന്നിയത്? ആൻസർ, ദ ഫീൽഡ് വാസ് വൈറ്റ് ആസ് ഇഫ് കവേർഡ് വിത്ത് സോൾട്ട്. ആ പാടം മൊത്തം അത് വെള്ള നിറത്തിൽ കണ്ടു. എന്തുപോലെ? അത് ഉപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. നോട്ട് എ ലീഫ് റിമെയിൻഡ് ഓൺ ദ ട്രീസ്. ഒരു മരത്തിലും ഇലയൊന്നും ഇല്ലായിരുന്നു. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ആ ചോളമെല്ലാം മൊത്തത്തിൽ നശിച്ചുപോയി. ദ ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയർഡ് ഫ്രം ദ പ്ലാന്റ്സ്. എല്ലാ പൂക്കളും ആ ചെടികളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഓതർ ഡിസ്ക്രൈബ് ലെഞ്ചോ? ലെഞ്ചോയെ പറ്റി എങ്ങനെയാണ് നമ്മുടെ
റൈറ്റർ അല്ലെങ്കിൽ ആ ഓതർ വിശദീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആൻസർ: ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ വർക്കിംഗ് ലൈക്ക് ആനിമൽ ഇൻ ദ ഫീൽഡ്, സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. ഇപ്പോൾ ലെഞ്ചോ എന്ന് വെച്ചാൽ എന്താ? ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ, കാള പോലെയുള്ള ഒരു മനുഷ്യൻ, വർക്കിംഗ് ലൈക്ക് ആനിമൽ ഇൻ ദ ഫീൽഡ് എന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ, അതായത് മൃഗങ്ങൾ ജോലി ചെയ്യുന്നത് പോലെയാണ് പാടത്തിൽ ലെഞ്ചോ ജോലി ചെയ്തിരുന്നത്. സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്, എന്നിരുന്നാലും അദ്ദേഹത്തിന് എഴുതാൻ അറിയാമായിരുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് എക്സ്പ്രഷൻ ഇൻ ദ പാസേജ് ടെൽസ് യു ദാറ്റ് ലെഞ്ചോ റോട്ട് ദ ലെറ്റർ ഏർലി ഇൻ ദ മോർണിംഗ്? അപ്പം നമ്മൾ ആ പാഠം നന്നായിട്ട് വായിക്കണം. അതിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ മീനിങ് എന്താണ്? എന്ത് എക്സ്പ്രഷനാണ് ഈ പാസേജിൽ നിന്ന്, അതായത് ലെഞ്ചോ രാവിലെ തന്നെ പോയി ലെറ്റർ എഴുതിയില്ലേ, അത് എന്തായിട്ടാണ്, എന്ത് എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് തോന്നിയത്? ആൻസർ: അറ്റ് ഡേ ബ്രേക്ക് ഹി ബിഗാൻ ടു റൈറ്റ് എ ലെറ്റർ. എന്താ, ആ സമയത്ത് പോയി പെട്ടെന്ന് തന്നെ ലെഞ്ചോ ഒരു ലെറ്റർ എഴുതി. 10ാമത്തെ ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ലെഞ്ചോ റൈറ്റ് ദ ലെറ്റർ ടു നൺ അതർ ദാൻ ഗോഡ്? എന്തുകൊണ്ടാണ് ലെഞ്ചോ മറ്റാർക്കും ലെറ്റർ എഴുതാതെ ദൈവത്തിന് തന്നെ ലെറ്റർ എഴുതാൻ എന്താണ് കാരണം? ആൻസർ: ബിക്കോസ് ലെഞ്ചോ വാസ് സ്ട്രോങ് ബിലീവർ ഓഫ് ഗോഡ്. ലെഞ്ചോ എന്താ, പിന്നെ ദൈവത്തോടുള്ള അമിത വിശ്വാസമായിരുന്നു, എന്നുവെച്ചാൽ നല്ലൊരു വിശ്വാസിയായിരുന്നു ലെഞ്ചോ. ഹി വാസ് ഷുവർ ദാറ്റ് ഗോഡ് വിൽ സെൻഡ് ഹിം വാട്ട് ഹി ആസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു, അദ്ദേഹം എന്ത് ചോദിച്ചാലും ദൈവം കൊടുക്കും എന്ന് ലെഞ്ചോയ്ക്ക് ഉറപ്പായിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ: ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീഡിങ് ദ ലെറ്റർ ദ പോസ്റ്റ് മാസ്റ്റർ ടേൺഡ് സീരിയസ്. വൈ? അപ്പോൾ എന്താ, നമുക്ക് ആ സ്റ്റോറിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് മാസ്റ്റർ ഇങ്ങനെ സിമ്പിളായിട്ട് ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് തന്നെ അദ്ദേഹം സീരിയസ് ആയി. എന്തുകൊണ്ട്? ആൻസർ: ദ പോസ്റ്റ് മാസ്റ്റർ വണ്ടേർഡ് എബൌട്ട് ദ ഫെയ്ത്ത് ഓഫ് ലെഞ്ചോ ഇൻ ഗോഡ്. എന്തുവാ, അദ്ദേഹം അതിശയിച്ച എന്തുകൊണ്ടാണ്? ആ ലെഞ്ചോയുടെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ അതിശയിച്ചു പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ: വൈ ഡിഡ് ദ പോസ്റ്റ് മാസ്റ്റർ ടേക്ക് എഫേർട്ട് ടു കളക്ട് മണി ഫോർ ലെഞ്ചോ? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ ആ പൈസ കളക്ട് ചെയ്ത് ലെഞ്ചോയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്? ആൻസർ: ബിക്കോസ് ഹി വാസ് ഷുവർ ദാറ്റ് ലെഞ്ചോ വുഡ് സ്ട്രോങ്ലി എക്സ്പെക്ട് ഫോർ ഗോഡ്സ് റിപ്ലൈ ആൻഡ് മണി. അദ്ദേഹം എന്തുകൊണ്ടാണ് അതിന് കാരണം? ബിക്കോസ് ഹി വാസ് ഷുവർ ദാറ്റ് ലെഞ്ചോ വുഡ് സ്ട്രോങ്ലി, എന്ന് വെച്ചാൽ ലെഞ്ചോ വളരെയധികം വിശ്വസിച്ചു, ഒരുപാട് പ്രതീക്ഷയോടാണ് ദൈവത്തിൻ്റെ മറുപടിയും ദൈവത്തിൻ്റെ പൈസയും ലെഞ്ചോ ഒത്തിരി പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളുടെ പോസ്റ്റ് മാസ്റ്റർ അങ്ങനെ ചെയ്തത്. 13ാമത്തെ ക്വസ്റ്റ്യൻ: വൈ വാസ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ പോസ്റ്റ്മാൻ ടു കളക്റ്റഡ് 100 pesos? എന്തുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ 100 peso കളക്ട് ചെയ്യാൻ, അതായത് 100 peso കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയത് എന്തുകൊണ്ടാണ്? ആൻസർ: ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ഡൊണേറ്റഡ് ഓൺലി എ സ്മാൾ എമൗണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരൊക്കെ ഒരു വളരെ ചെറിയ എമൗണ്ടാണ് സംഭാവന ചെയ്തത്. സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ ദ പോസ്റ്റ് മാസ്റ്റർ ടു കളക്റ്റഡ് 100 pesos. അതുകൊണ്ടാണ് പോസ്റ്റ് മാസ്റ്റർ 100 peso കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടിയത്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ: വാട്ട് വുഡ് ഡു ഇഫ് യു വെയർ ദ പോസ്റ്റ് മാസ്റ്റർ? നമ്മൾ ആ സ്റ്റോറി വായിച്ചല്ലോ, പോസ്റ്റ് മാസ്റ്റർ കളക്ട് ചെയ്ത് പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഒരു പോസ്റ്റ് മാസ്റ്റർ നിങ്ങളായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നാണ് പറയുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ആൻസർ: ഐ വുഡ് ട്രൈ ടു കളക്ട് 100 pesos ആൻഡ് വുഡ് സെൻഡ് ഇറ്റ് ടു ലെഞ്ചോ. അപ്പോൾ ഞാനാണെന്നെങ്കിൽ ഞാൻ 100 peso കളക്ട് ചെയ്തിട്ട് ലെഞ്ചോയ്ക്ക് കൊടുത്തേനെ എന്നാണ് നമുക്കിതിന് പറയുന്ന ആൻസർ. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ആൻസർ എഴുതാം. ഇത് ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതിയിരിക്കുകയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ: വൈ ഡിഡിൻറ്റ് ലെഞ്ചോ ഷോ എനി സർപ്രൈസ് വെൻ ഹി ഗോട്ട് ദ മണി? Why didn't ലെഞ്ചോ ഷോ എനി സർപ്രൈസ് വെൻ ഹി ഗോട്ട് ദ മണി? എന്താണ് അതിൻ്റെ മീനിങ്? എന്തുകൊണ്ടാണ് ആ പൈസ കിട്ടിയപ്പോൾ അവൻ്റെ സർപ്രൈസ് ഒന്നും തോന്നാതിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി ബിക്കോസ് സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്. ഹി എക്സ്പെക്റ്റഡ് മണി ഫ്രം ദ ഗോഡ്. അപ്പോൾ എന്താ കാര്യം? അവൻ അത്രയ്ക്ക് ദൈവത്തിൽ വിശ്വാസമായിരുന്നു. അപ്പോൾ ദൈവത്തിൽ കിട്ടുമെന്ന് അവനൊരു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സർപ്രൈസ് തോന്നാതിരുന്നത്.
16ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ, ഡിഡ് ഇറ്റ് കം ട്രൂ? അപ്പോൾ വാട്ട് വാസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ പോസ്റ്റ് മാസ്റ്റർ, പോസ്റ്റ് മാസ്റ്റർ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത്, അത് അങ്ങനെ നടന്നോ എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ഹി എക്സ്പെക്റ്റഡ് at least a surprised face of Lenjo, but he did not come true. പക്ഷേ എന്താ ആൻസർ? ഹി എക്സ്പെക്റ്റഡ് അറ്റ്ലീസ്റ്റ് എ സർപ്രൈസ്ഡ് ഫേസ് ഓഫ് ലെഞ്ചോ. അപ്പം പോസ്റ്റ് മാസ്റ്റർ എന്താ പ്രതീക്ഷിച്ചത്? ലെഞ്ചോ അത് കിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് അവൻ അങ്ങ് അതിശയിപ്പെട്ടിരിക്കുമെന്നാണ് പോസ്റ്റ് മാസ്റ്റർ കരുതിയത്. ബട്ട് ഹി ഡിഡ് നോട്ട് കം ട്രൂ. പക്ഷേ അത് അങ്ങനെയൊന്നും നടന്നില്ല. 17ാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ലെഞ്ചോ ആംഗ്രി? എന്തുകൊണ്ടാണ് ലെഞ്ചോയ്ക്ക് ദേഷ്യം വന്നത്? ലെഞ്ചോ വാസ് ആംഗ്രി വെൻ ഹീ കൗണ്ടഡ് ദ മണി ബിക്കോസ് ഹീ എക്സ്പെക്റ്റഡ് മോർ ഫ്രം ഗോഡ്. അപ്പോൾ എന്താ, ലെഞ്ചോയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. എന്താ, ആ 100 പെസോ അല്ലേ ലെഞ്ചോ ആവശ്യപ്പെട്ടത്, പക്ഷേ അവൻ കണക്ക് കൂട്ടി ആ പൈസ എണ്ണി നോക്കിയപ്പോൾ അത് 70 പെസോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് അവന് ദേഷ്യം വരാൻ കാരണം. 18ാമത്തെ ക്വസ്റ്റ്യൻ, the action of Lenjo after counting the money are described in detail. Narrate what he did the correct order. You may begin. ലൈക്ക് എന്താണ് പറയുന്നത്? ഈ ലെഞ്ചോ അവിടെ ചെന്ന് ഈ പൈസ എണ്ണിയതിന് ശേഷം ഇതൊക്കെ അവൻ എണ്ണിയതിന് ശേഷം അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇത് മറ്റൊരാളോട് നിങ്ങൾ പറയുന്നു. അതൊന്ന് വിശദീകരിക്കുക. അപ്പോൾ ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെത് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് എങ്ങനെ? ഫസ്റ്റ്, ഹി വെൻറ്റ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. അപ്പോൾ ആദ്യം ലെഞ്ചോ അങ്ങോട്ട് ജനലിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് എന്ത് ചോദിച്ചു? പേപ്പറും പേനയും ചോദിച്ചു. ദെൻ ലെഞ്ചോ സ്റ്റാർട്ട് റൈറ്റിംഗ്. അതിനുശേഷം ലെഞ്ചോ എഴുതാൻ തുടങ്ങി. വെൻ ഹി ഫിനിഷ്ഡ് റൈറ്റിംഗ് ഹി വൺസ് അഗെയിൻ വെൻറ്റ് ടു ദ വിൻഡോ ആൻഡ് ആസ്ക്ഡ് ഫോർ എ സ്റ്റാമ്പ്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? അവൻ ആ എഴുതി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജനലിനരികിലോട്ട് ചെന്നിട്ട് എന്താ സ്റ്റാമ്പ് ചോദിച്ചു. അതിനുശേഷം ഹി ഫിക്സഡ് ദ സ്റ്റാമ്പ് ഓൺ ദ എൻവലപ്പ് ആൻഡ് പുട്ട് ടു ദ മെയിൽ ബോക്സ്. അപ്പോൾ അതിനുശേഷം അവിടെ ചെന്നിട്ട് ഒരു സ്റ്റാമ്പ് ചോദിച്ചിട്ട് അത് ആ കവറിൻ്റെ പുറത്ത് സ്റ്റാമ്പ് വാങ്ങിച്ചിട്ട് അത് ഒട്ടിച്ചു. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ഇത് വായിച്ച് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി പഠിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്